പീഡനാരോപണങ്ങളെ തുടർന്ന് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും വഴങ്ങാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണമെന്നാണ് ആവശ്യം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും രാജ്യസാധ്യത നിഷേധിച്ചില്ല. രാജിക്കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നും പ്രതികരിച്ചില്ല. ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തുവന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം കൂടി രാജിവെക്കണമെന്ന് നിലപാടെടുത്തത്. കോൺഗ്രസിന്റെ സമീപകാല ചരിത്രത്തിലൊന്നും ഇല്ലാത്ത വിധം വലിയ പിന്തുണയാണ് ഇതിന് ലഭിച്ചത്. മുതിർന്ന നേതാക്കളും MLAമാരുമെല്ലാം നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നു. എന്നാൽ രാജിക്ക് വേണ്ടി മുറവിളി ഉയരുമ്പോഴും രാഹുലിന്റെ നിലപാട് അനുകൂലമല്ല. തനിക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നാണ് രാഹുൽ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ കുറ്റവാളിക്ക് പോലും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനം കൊടുക്കുന്നൊരു അവസ്ഥയുണ്ടല്ലോ, അയാളെ കൂടി കേൾക്കുക എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ടുണ്ട്. അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗം കൂടി, അത് ഈ രാജ്യത്തെ ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ്, അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത്. ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സ്ഥിതി ഗുരുതരമാണെന്ന ഹൈക്കമാൻഡ് പ്രതികരണത്തിൽ നിന്ന് ദേശീയ നേതൃത്വ നിലപാട് വ്യക്തമാകുന്നുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നടപടി പാർട്ടി 24 മണിക്കൂറിനകം എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പ് സ്ഥാനത്തു നിന്നും അദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പിന്നീടും ചില കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുതിർന്ന നേതാക്കളുമായി ചർച്ചകൾ നടത്തുന്ന KPCC നേതൃത്വവും രാജ്യസാധ്യത തള്ളിക്കളയുന്നില്ല. ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തി ഉചിതമായ തീരുമാനം തക്ക സമയത്ത് ഉണ്ടാകും. അങ്ങനെ തീരുമാനമുണ്ടായാൽ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് അറിയിക്കും. രാഹുലിന്റെ രാജി ആവശ്യത്തിൽ നാളേക്കകം തീരുമാനമുണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സൂചന. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ആവശ്യം ശക്തമാകുന്ന പക്ഷം സമിതി ഓൺലൈനായി ചേരാനും സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം.